ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ബ്ലൂ ബോക്സ് എന്ന ആനിമി സീരീസിന്റെ സീസൺ 1 എപ്പിസോഡ് 3 ആണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഷിനാറ്റ്സു ഹാരിയുടെ കൂടെ വരുന്നത് കണ്ട് ടൈക്കി ടെൻഷൻ ആകുന്നു. ഇത് കണ്ട് ഹീന, ഹേ നീ എന്തിനാ ടെൻഷൻ ആകുന്നേ, അവർ വെറും ഫ്രണ്ട്സ് ആണ്, ഇപ്പൊ നമ്മൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ പോകുന്നത്, അതുപോലെയായിരിക്കും. ഇത് കേട്ട് ടൈക്കി അങ്ങനെ ആയിരിക്കുമെന്ന് പറഞ്ഞ് സമാധാനിച്ച് അവിടെ നിന്ന് പോകുന്നു. അവിടുന്ന് കട്ട് ചെയ്ത അടുത്ത ദിവസം സ്കൂളിൽ ഹാരി വീണ്ടും ഷിനാറ്റ്സിനോട് സംസാരിക്കുന്നത് ടൈക്കി കാണുന്നു. ഇത് കണ്ട് ടൈക്കി കൂടുതൽ ടെൻഷൻ ആകുന്നു. ഇതുകൊണ്ട് ഹീന, അവർ രണ്ടുപേരും സെയിം ക്ലാസ്സിലാണ് ആൻഡ് അവരുടെ ക്ലാസ്സിലെ റെപ്രസെന്റേറ്റീവായി അവരെയാണ് സെലക്ട് ചെയ്തത്. ഇത് കേട്ടിട്ടായിക്ക് വീണ്ടും ടെൻഷൻ ആകുന്നു. ദെൻ ഹീന പറയുന്നു, നീ ടെൻഷൻ ആകല്ലേ, ഷിനാറ്റ്സു പറഞ്ഞില്ലേ അവളിപ്പോൾ ബാസ്കറ്റ് ബോളിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്ന്. ഇത് കേട്ടിട്ടായിക്ക് മേ ബി, ബട്ട് അവർക്ക് രണ്ടുപേർക്കും ലവ് ഉണ്ടായാൽ എന്ത് ചെയ്യും. ഇത് കേട്ട് ഹീന, അതൊരു പോയിന്റ് ആണ്. അപ്പൊ അവിടെ നിന്ന് അവരുടെ കോച്ചസ് ഇത്തവണത്തെ ബാഡ്മിന്റൺ ടീമിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. തേർഡ് ഇയറിൽ ധാരാളം കഴിവുള്ള പ്ലേയേഴ്സ് ഉണ്ട്. അതിലൊരാളാണ് ഹാരിയു. ഹാരിയു ബാക്കിയുള്ളവരുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഡിഫറന്റ് ആണ്. ഹാരിയുവിന് നാഷണൽസിൽ കളിക്കാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. ദെൻ അദ്ദേഹം പറയുന്നു തനിക്ക് ടൈക്കിയിലും ആ പൊട്ടൻഷ്യൽ കാണുന്നുണ്ട്. ഇവിടെ ടൈക്കി പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവിടെ ഒരു ബോൾ വരുന്നു. അതെടുക്കാൻ വേണ്ടി ഷിനാറ്റ്സ് വരുന്നുണ്ട്. ടൈക്കി ആ ബോൾ എടുത്ത് ഷിനാറ്റ്സിന് കൊടുക്കുന്നു. ബട്ട് അവനെ കൊണ്ട് ഒന്നും ഓപ്പൺ ആയി സംസാരിക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ ഷിനാറ്റ്സു അവനോട് ചോദിക്കുന്നു, നിന്റെ പ്രാക്ടീസ് എത്ര മണിക്ക് കഴിയും, എന്റെ കീ മിസ്സായി. ഇതേട് ടൈക്കി 7 മണിയാകുമെന്ന് പറയുന്നു. ഇതേട് ഷിനാറ്റ്സു ഓക്കെ എന്ന് പറയുന്നു. ഇങ്ങനെ ഇവർ രണ്ടുപേരും സംസാരിക്കുമ്പോൾ ടൈക്കി മനസ്സിൽ പറയുന്നുണ്ട് ഇതാരും നോട്ടീസ് ചെയ്യരുതെന്ന്. അപ്പൊ അവിടെ ഹാരി വരുന്നു. അവൻ ഷിനാറ്റ്സുനെ ചീ എന്നാണ് വിളിക്കുന്നത്. ഇത് കേട്ടപ്പോൾ ടൈക്കി, എന്ത് ചീയോ? ഇവിടെ ടൈക്കി പ്രാക്ടീസ് കഴിഞ്ഞ് അതും ആലോചിച്ച് ഓടിപ്പോവുകയാണ്. എനിക്ക് അവനോട് അസൂയ തോന്നുന്നു. ഞാൻ അവളെ ഷിനാറ്റ്സു എന്ന് മാത്രം വിളിക്കുന്നതിന് പകരം ഒരു ബഹുമാനത്തിന്റെ പേരിൽ സെമ്പൈ എന്ന് കൂടി ചേർത്താണ് വിളിക്കാറുള്ളത്. ഈ സെമ്പൈ എന്ന് വെച്ചാൽ സീനിയർ എന്നാണ് അർത്ഥം. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ, കാരണം ഇനി വരും എപ്പിസോഡിൽ നമ്മൾ ഷിനാറ്റ്സുനെ സെമ്പൈ എന്നായിരിക്കും വിളിക്കുക. അതിപ്പോ വലിയ ഇമ്പോർട്ടന്റ് ആയി തോന്നില്ല, ബട്ട് കുറച്ച് എപ്പിസോഡ് കഴിയുമ്പോൾ അത് ആവശ്യം വരും. നിങ്ങൾക്ക് ഷിനാറ്റ്സു എന്ന് മാത്രം വിളിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ബട്ട് അവിടെ സെമ്പൈ ഉണ്ടെന്ന കാര്യം ഒന്ന് ഓർത്തു വെക്കണം. ഇവിടെ ടൈക്കി ഹാരി ഷിനാറ്റ്സുനെ ചീ എന്ന് വിളിച്ചത് ആലോചിക്കുകയാണ്. അവൻ അങ്ങനെ വിളിക്കുന്നതിൽ ഷിനാറ്റ്സിന് ഒരു പ്രോബ്ലം ഇല്ലെന്ന് തോന്നുന്നു. ഇങ്ങനെ ഇതൊക്കെ ആലോചിച്ച് ടൈക്കി അവന്റെ വീട്ടിലെത്തുന്നു. ഇനി ഇതിനെപ്പറ്റി ആലോചിച്ച് എന്തിനാണ് ടൈം വേസ്റ്റ് ചെയ്യുന്നത്, എനിക്കിതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എനിക്ക് ഷിനാറ്റ്സുവിന്റെ കൂടെ പഠിക്കാൻ സാധിക്കില്ല, എനിക്കിവിടെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. ദെൻ ടൈക്കി ചിന്തിക്കുന്നു, ഞങ്ങൾ ഒരുമിച്ചല്ല താമസിക്കുന്നതെങ്കിൽ ഞാൻ ഇത്ര സ്ട്രഗിൾ ചെയ്യില്ലായിരുന്നു. ഇങ്ങനെ ഇത് ആലോചിച്ച് ടൈക്കി ഷിനാറ്റ്സു എന്ന് മാത്രം പറയാൻ ശ്രമിക്കുന്നു. ഷിനാറ്റ്സു. അപ്പൊ പെട്ടെന്ന് ഷിനാറ്റ്സു അവിടെ വരുന്നു. പെട്ടെന്ന് ടൈക്കി സെമ്പൈ എന്ന് കൂടി വിളിക്കുന്നു. ഇത് കണ്ട് ഷിനാറ്റ്സു അവനോട് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു. ദെൻ ഷിനാറ്റ്സു അവനോട് സംസാരിക്കുന്നു. ടൈക്കി, നീ ഇന്ന് പെട്ടെന്ന് വീട്ടിലെത്തിയല്ലോ. ഞാൻ ജിമ്മിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബാഡ്മിന്റൺ പ്ലേയേഴ്സ് ക്ലബ് റൂമിൽ പോവുകയായിരുന്നു. അതിനു മുമ്പ് നീ ഇവിടെ എത്തിയല്ലോ. ഇത് കേട്ട് ടൈക്കി, എനിക്ക് എന്താണ് പറ്റിയത്? ഷിനാറ്റ്സു ബാഡ്മിന്റൺ പ്ലേയേഴ്സ് എന്ന് മാത്രമാണ് പറഞ്ഞത്, ബട്ട് ഞാൻ കേൾക്കുന്നത് ഹാരി എന്നാണ്. ദെൻ ടൈക്കി റൂമിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോൾ ഷിനാറ്റ്സു അവനെ പിടിച്ചു നിർത്തുന്നു. എന്നിട്ട് അവനോട് ചോദിക്കുന്നു, എനിക്ക് നിന്നോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. നീ ഇവിടെ ഓടിയാണോ വന്നത്? കാരണം നീ നല്ല രീതിക്ക് വേർത്തിട്ടുണ്ട്. നീ ഇങ്ങനെ ചെയ്തത് എനിക്ക് വേണ്ടിയാണോ? കാരണം ഞാൻ നേരത്തെ വന്നാൽ വീട്ടിന്റെ കീ ഇല്ലാത്തതിനെ തുടർന്ന് ഞാൻ വെളിയിൽ നിൽക്കേണ്ടി വരും. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയാണോ നീ നേരത്തെ വന്നത്? ഇത് കേട്ട് ടൈക്കി, ഷിനാറ്റ്സു എങ്ങനെയാണ് ഇതൊക്കെ മനസ്സിലാക്കുന്നത്? ഇവിടെ ഞാൻ ഷിനാറ്റ്സുനെ എന്ത് വിളിക്കുമെന്ന് ആലോചിച്ച് ടെൻഷൻ ആവുകയാണ്. ബട്ട് ഷിനാറ്റ്സു ഞാൻ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ നോട്ടീസ് ചെയ്യുന്നുണ്ട്. ഇതെന്നെ എത്രമാത്രം ഹാപ്പി ആകുന്നുണ്ടെന്ന് വെച്ചാൽ ഞാനിപ്പോ ടെൻഷനായ കാര്യങ്ങളെ പറ്റിയൊന്നും ഞാനിപ്പോ കെയർ ചെയ്യുന്നില്ല. ദെൻ ഷിനാറ്റ്സു പറയുന്നു, നീ എനിക്ക് വേണ്ടിയാണ് വന്നതെങ്കിൽ താങ്ക് യു ടൈക്കി. ഇത് കേട്ട് ടൈക്കി ആ ഓക്വേർഡ്നെസ് ഇല്ലാതാക്കാൻ വേണ്ടി, ഹേ ഞാനതോർത്ത് വന്നതല്ല, എനിക്ക് കുറച്ച് ട്രെയിൻ ചെയ്യാനുണ്ടായിരുന്നു, സോ ഞാൻ വരുന്ന വഴിക്ക് ട്രെയിൻ ചെയ്യാമെന്ന് കരുതി. ദെൻ ടൈക്കി തനിക്ക് കുറച്ചുകൂടി ട്രെയിൻ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ഇവിടെ ടൈക്കി ചിന്തിക്കുകയാണ്, എന്നെ ഹാരിയുമായി കമ്പയർ ചെയ്യാൻ പോലും സാധിക്കില്ല. ഞാൻ ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്ത് ടെൻഷൻ ആകുന്നത് നിർത്തണം. ഇനി എന്റെ ഫോക്കസ് മുഴുവനും വേണ്ടത് വരാനിരിക്കുന്ന ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ മാച്ചസിലാണ്. അടുത്ത ദിവസം സ്കോർ ബോർഡിൽ ടൈക്കി തന്റെ ലെവലിലുള്ള പ്ലേയേഴ്സിനേക്കാൾ മുകളിലാണ് ഉള്ളത്. ബട്ട് ടൈക്കി ഹാരിയുടെ ലെവലിൽ എത്താൻ സാധിച്ചിട്ടില്ല. ഇങ്ങനെ ടൈക്കി വരുമ്പോൾ ഹാരി ഷിനാറ്റ്സിനോട് സംസാരിക്കുന്നത് ടൈക്കി കാണുന്നു. ഇത് കണ്ട് ഇനി ടെൻഷൻ ആവില്ല എന്ന് പറഞ്ഞ ടൈക്കി വീണ്ടും ടെൻഷൻ ആകുന്നു. അവിടുന്ന് കട്ട് ചെയ്ത ഇപ്പോൾ ടൈക്കി ഹാരിയുടെ കൂടെയാണ് കളിക്കേണ്ടത്. ടൈക്കിക്ക് ഹാരിയുടെ കൂടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. ഇത് കണ്ട് ഹീന, ഇത് കണ്ടിട്ട് വൺ സൈഡ് മാച്ച് പോലെ ഉണ്ടല്ലോ. ഇത് കേട്ട് ക്യോ, ടൈക്കിക്ക് ഇവിടെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല, കാരണം ഹാരിയുടെ ലെവൽ വളരെ ഡിഫറന്റ് ആണ്. ദെൻ ക്യോ മനസ്സിൽ പറയുന്നു, ടൈക്കിക്ക് തന്റെ ക്രഷിനോട് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാളുടെ കൂടെ കളിക്കുക എന്നത് ഒരു ടഫ് സിറ്റുവേഷൻ ആയിരിക്കും ആൻഡ് അവൻ അവന്റെ ഗോളിലേക്ക് എത്താൻ ഇത് സഹായിക്കും. ഇങ്ങനെ ക്യോ നോക്കുമ്പോൾ ഷിനാറ്റ്സു ഈ മാച്ച് കാണുന്നുണ്ട്. അങ്ങനെ ആ മാച്ചിലെ ഫസ്റ്റ് റൗണ്ടിൽ ടൈക്കി തോൽക്കുന്നു. ഇവിടെ ടൈക്കി അവന് പറ്റിയ മിസ്റ്റേക്സ് ഒക്കെ ക്യോനോട് പറയുന്നുണ്ട്. ഇത് കേട്ട് ക്യോ, ഞാൻ കരുതി നീ ഷിനാറ്റ്സുനെ പറ്റിയായിരിക്കും സംസാരിക്കാൻ പോകുന്നതെന്ന്. ഇത് കേട്ട് ടൈക്കി, ഓ അതോ, ഷിനാറ്റ്സു മാച്ചിന് മുമ്പ് എന്നെ നല്ല രീതിക്ക് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ മാച്ച് തോൽക്കുമ്പോൾ ഷിനാറ്റ്സുനെ ഒരു കാരണമാക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ ഷിനാറ്റ്സിന് വേണ്ടി മാത്രമല്ല ബാഡ്മിന്റൺ കളിക്കുന്നത്, ഉള്ളിന്റെ ഉള്ളിൽ എനിക്ക് ബാഡ്മിന്റൺ വളരെയധികം ഇഷ്ടമാണ്. അങ്ങനെ സെക്കൻഡ് റൗണ്ട് തുടങ്ങാൻ പോകുന്നു. ഇങ്ങനെ ടൈക്കി നോക്കുമ്പോൾ അവന്റെ ഷൂവിന്റെ ലേസ് അഴിഞ്ഞത് അവൻ കാണുന്നു. ഇങ്ങനെ ടൈക്കി അത് കെട്ടുമ്പോൾ ടൈക്കി ഷിനാറ്റ്സു അവന് നൽകിയ ബ്രേസ്ലെറ്റ് അവൻ കാണുന്നു. ഇത് കണ്ടപ്പോൾ ടൈക്കി വല്ലാണ്ട് മോട്ടിവേറ്റ് ആകുന്നു. ദെൻ അടുത്ത റൗണ്ടിൽ ടൈക്കി മുമ്പത്തേക്കാൾ വളരെ നന്നായി കളിക്കുന്നു. ഇതൊക്കെ ഷിനാറ്റ്സു നോക്കുന്നു.
ആവുന്നുണ്ട്. അങ്ങനെ മാച്ച് അവസാനിക്കുന്നു. ആ മാച്ചിലും ഹാരി തന്നെ ജയിക്കുന്നു. മാച്ചിന് ശേഷം ക്യോ ടൈക്കിയോട് പറയുന്നുണ്ട്, നീ ഈ റിസൾട്ടിൽ സന്തോഷിക്കുകയാണ് വേണ്ടത്. കാരണം നീ ഹാരിയുടെ കൂടെ മാച്ചിൽ തോറ്റെങ്കിലും നിന്റെ പെർഫോമൻസ് വെച്ച് നിനക്ക് ടീമിൽ സ്ഥാനം ലഭിക്കും. ബട്ട് ടൈക്കി മാച്ച് തോറ്റതുകൊണ്ട് വളരെ സാഡാണ്. ടൈക്കി പറയുന്നു, എനിക്കറിയാം ഹാരി സെംബൈ വളരെ ടഫാണെന്ന്, ബട്ട് മാച്ച് തോറ്റതിൽ ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആണ്. ഇതൊക്കെ വെളിയിൽ നിന്ന് ഹാരി കേൾക്കുന്നുണ്ട്. ഹാരി പറയുന്നു, എനിക്കാണ് ദേഷ്യം വരേണ്ടത്. ഇത് കേട്ട് നിഷിത ചോദിക്കുന്നു, ബട്ട് നീയല്ലേ ജയിച്ചത്? ഇത് കേട്ട് ഹാരി എന്തോ പറയാൻ വരുന്നു, ബട്ട് അത് പറയാതെ അവിടെ നിന്ന് പോകുന്നു. ഇവിടെ ടൈക്കി ഹാരിനെ പറ്റി ആലോചിച്ച് നടക്കുമ്പോൾ അവിടെ ഷിനാറ്റ്സു വരുന്നു. എന്നിട്ട് അവനോട് തന്നെ ഫോളോ ചെയ്യാൻ പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും പാർക്കിലേക്ക് പോകുന്നു. അവിടെ നിന്ന് ഷിനാറ്റ്സു 2 ബാഡ്മിന്റൺ ബാറ്റ് കാണിക്കുന്നു. ഇതുകൊണ്ട് ടൈക്കിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. ഇതുകൊണ്ട് ഷിനാറ്റ്സു, നീയല്ലേ പറഞ്ഞത് നമുക്ക് വല്ലപ്പോഴും കളിക്കണമെന്ന്? ഷിനാറ്റ്സുന് ഇതൊക്കെ ഓർമ്മയുണ്ടെന്ന് ആലോചിച്ച് ടൈക്കി ഷോക്കാവുന്നു. ഷിനാറ്റ്സു പറയുന്നു, അത് മാത്രമല്ല എനിക്ക് തോന്നുന്നു നീ കുറച്ചുകൂടി പ്രാക്ടീസ് ചെയ്യണമെന്ന്. ഞാനൊരു മാച്ച് കഴിഞ്ഞാൽ വളരെ മോട്ടിവേറ്റഡ് ആകും. എനിക്ക് തോന്നുന്നു നീയും അങ്ങനെയാണെന്ന്. ഇത് ടൈക്കി തന്റെ മനസ്സിൽ പറയുന്നു, നമ്മളെ മനസ്സിലാക്കുന്ന ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ അതൊരു വലിയ ഭാഗ്യമാണ്. അങ്ങനെ അവർ കളിക്കാൻ തുടങ്ങുന്നു. ഷിനാറ്റ്സു ആണ് സർവ് ചെയ്യുന്നത്. ബട്ട് ഷിനാറ്റ്സുന് ഒരു സർവ് പോലും ചെയ്യാൻ സാധിക്കുന്നില്ല. ഇതാണ് ടൈക്കി ചിരിക്കുന്നു. എന്നിട്ട് അവൾക്ക് എങ്ങനെ സർവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ടൈക്കി പറഞ്ഞതുപോലെ ഷിനാറ്റ്സു നല്ല രീതിക്ക് സർവ് ചെയ്യുന്നു. ഇതുകൊണ്ട് ഷിനാറ്റ്സുന് തന്നെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ദെൻ ഷിനാറ്റ്സു ടൈക്കി ഹാരിയുടെ കൂടെ കളിച്ച മാച്ചിനെ പറ്റി പറയുന്നു. ഇത് കേട്ട് ടൈക്കി, അത് നിങ്ങളുടെ മൈൻഡിൽ നിന്ന് ഇറേസ് ചെയ്ത് കളാ. ഇത് കേട്ട് ഷിനാറ്റ്സു, അതെന്തിനാണ്? ഇത് കേട്ട് ടൈക്കി തനിക്കത് നാണക്കേടാണെന്നും താൻ ആ മാച്ചിൽ തോറ്റെന്നും പറയുന്നു. ഇത് കേട്ട് ഷിനാറ്റ്സു, നീ ആദ്യത്തെ റൗണ്ട് കുറച്ച് സ്ലോ ആയിരുന്നു, ബട്ട് നീ സെക്കൻഡ് റൗണ്ടിൽ നല്ല രീതിക്ക് തന്നെ കളിച്ചു. ഇത് കേട്ട് ടൈക്കി, ബട്ട് എന്തൊക്കെ പറഞ്ഞാലും തോൽവി തന്നെയാണ്. ഇത് കേട്ട് ഷിനാറ്റ്സു ചിരിക്കുന്നു. ഇത് കണ്ട് ടൈക്കി, എന്ത് പറ്റി? ദെൻ ഷിനാറ്റ്സു പറയുന്നു, സോറി, നിനക്ക് തോൽക്കുന്നത് ഇഷ്ടമല്ലല്ലേ? നിനക്ക് ആരെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻ തന്നാൽ നീ അത് രാവിലെ മുഴുവനും പ്രാക്ടീസ് ചെയ്യും. ഹാരിയുടെ കൂടെയുള്ള മാച്ചിലും നീ വിട്ടുകൊടുക്കാതെ നല്ല രീതിക്ക് കളിച്ചു. അതുകൊണ്ടാണ് നീ സെക്കൻഡ് റൗണ്ടിൽ കൂടുതൽ സ്കോർ ചെയ്തത്. സോ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ഇത് ടൈക്കി വളരെ ഹാപ്പി ആകുന്നു. എന്നിട്ട് ഷിനാറ്റ്സിനോട് ഞാൻ അടുത്ത തവണ ജയിക്കുമെന്ന് പറയുന്നു. ഇവിടെ ടൈക്കിയുടെ അമ്മ ഷിനാറ്റ്സിന് മെസ്സേജ് അയച്ച് അവർ എപ്പോൾ വീട്ടിൽ വരുമെന്ന് ചോദിക്കുന്നു. ഇങ്ങനെ എനിക്ക് ഷിനാറ്റ്സിന്റെ ബാഗിൽ ചീ എന്ന് എഴുതിയ ലോക്കറ്റ് കണ്ട് ടൈക്കി ടെൻഷൻ ആകുന്നു. ടൈക്കി കരുതുന്നത് അത് ഹാരി ഷിനാറ്റ്സിന് കൊടുത്തതാണെന്നാണ്. ഇത് കണ്ട് ഷിനാറ്റ്സു, ഇതെന്റെ ക്ലാസ്സിലുള്ള എനിക്ക് തന്നതാണ്. അവരെല്ലാവരും എന്നെ ചീ എന്നാണ് വിളിക്കാറ്. ഇത് കേട്ടപ്പോൾ ടൈക്കിക്ക് സമാധാനമാകുന്നു. എന്നിട്ട് മനസ്സിൽ പറയുന്നു, എനിക്ക് തോന്നുന്നു ഷിനാറ്റ്സുന് ഇപ്പോൾ റൊമാൻസിനോടൊന്നും താല്പര്യമില്ലെന്ന്. ഇങ്ങനെ ഷിനാറ്റ്സു നമുക്ക് പോകാമെന്ന് പറയുമ്പോൾ ടൈക്കി, നിങ്ങൾക്ക് വലിയ പ്രശ്നമുണ്ടാകില്ല, ബട്ട് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് പോകുന്നത് കണ്ടാൽ ആളുകൾ എന്തെങ്കിലും പറയും. എനിക്ക് കുറച്ച് പ്രാക്ടീസ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് ടൈക്കി അവിടെ നിൽക്കുന്നു. ഇങ്ങനെ പോകുന്ന വഴിക്ക് ഷിനാറ്റ്സു ടൈക്കി പറഞ്ഞത് ആലോചിക്കുന്നു. അവൻ എന്നെ പറ്റി അങ്ങനെയാണോ കരുതിയത്? അടുത്ത ദിവസം ജിമ്മിൽ ടൈക്കി നോക്കുമ്പോൾ ഡബിൾസിൽ ടൈക്കിയും ഹാരിയുമാണ് ടീം. ഇനി അവർ രണ്ടുപേരും ഒരു ടീമായി കളിക്കണം. ഇങ്ങനെ ടൈക്കി നിൽക്കുമ്പോൾ അവിടെ ഹാരി വരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നു. ഇങ്ങനെ പോകുമ്പോൾ ഹാരി ടൈക്കിയെ നോക്കി, നിനക്ക് ഷിനാറ്റ്സുനെ ഇഷ്ടമാണോ? ഇത് കേട്ടതും ടൈക്കി ടെൻഷൻ ആകുന്നു. ഹാരിയു നിർത്താതെ ടൈക്കി കൊണ്ട് പ്രാക്ടീസ് ചെയ്യിക്കുന്നു. ഇത് കാരണം ടൈക്കി വളരെ ടയർഡ് ആകുന്നു. ഇതുകൊണ്ട് ഹാരിയു, നീ ഇത്ര പെട്ടെന്ന് ടയർഡായോ? ഞാൻ ഇതുവരെ ചീ ടയർഡായി കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ചീ വളരെ കൂളായിട്ടുള്ള ആളുകളെ മാത്രമേ പ്രേമിക്കൂ. ഇത് കേട്ട് ടൈക്കി ടെൻഷൻ ആകുന്നു. അവിടുന്ന് കട്ട് ചെയ്ത ഹാരിയുടെ പ്രാക്ടീസ് കാരണം ടൈക്കി വളരെ അവശനാണ്. ടൈക്കി ഹാരി അവന് നൽകിയ ട്രെയിനിങ്ങിനെ പറ്റി അവന്റെ ഫ്രണ്ട്സിനോട് പറയുന്നു. ടൈക്കി പറയുന്നു, എനിക്ക് ക്ലാസ്സിൽ മാത്രമേ റെസ്റ്റ് എടുക്കാൻ സാധിക്കൂ. ഇത് എടുക്കോ? എനിക്ക് തോന്നുന്നില്ല ഹാരി സെംബൈ നിന്റെ കൂടെ വർക്ക് ചെയ്യുമെന്ന്. കാരണം ഹാരി സെംബൈ കണ്ടിട്ട് ഒരു ടീം പ്ലെയർ ആണെന്ന് തോന്നുന്നില്ല. ഇത് കേട്ട് ഹീന പറയുന്നു, ഹാരി സെംബൈ അല്ലേ ഷിനാറ്റ്സിനോട് സംസാരിക്കുന്നത്? എനിക്ക് തോന്നുന്നു നീ അവന്റെ ഗേൾഫ്രണ്ടിനെ നോക്കുന്നത് കൊണ്ട് അവൻ നിന്നെ ശല്യം ചെയ്യുകയാണ്. ഇത് ടൈക്കി, എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്, ബട്ട് ഞങ്ങൾ രണ്ടുപേരും സെയിം ട്രെയിനിങ് ആണ് ചെയ്യാറുള്ളത്. ബട്ട് അവന്റെ സ്പീഡ് മാത്രം കുറയുന്നില്ല ആൻഡ് അവന്റെ ഷോട്ട് വളരെ ആക്യുറേറ്റ് ആണ്. അവിടുന്ന് കട്ട് ചെയ്ത ടൈക്കി ഹാരിയുടെ കൂടെ പ്രാക്ടീസ് ചെയ്യുകയാണ്. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഹാരി അവനൊരു ടിപ്പ് നൽകുന്നുണ്ട്. ഹാരി അവനോട് പറയുന്നു, ഇങ്ങനെയുള്ള സമയത്ത് സ്ട്രെയിറ്റ് ഷോട്ടാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ നിന്റെ ഷോട്ടിന് നല്ല പവർ ലഭിക്കും. നീ ഇപ്പോൾ ഓഫ് പൊസിഷൻ ആണെങ്കിലും നീ സ്ട്രെയിറ്റ് തന്നെ അടിക്കണം. ഈസി ഷോട്ട്സ് മാത്രം ട്രൈ ചെയ്താൽ നിനക്കൊരിക്കലും ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് ടൈക്കി പോകുമ്പോൾ ഹാരി അവനെ വിളിക്കുന്നു. അവിടെ ഷിനാറ്റ്സും ഉണ്ട്. ഇതുകൊണ്ട് ഹാരി ടൈക്കിക്ക് ഒരു പണി കൊടുക്കാമെന്ന രീതിയിൽ അവനെ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഞാൻ ഇവന്റെ കൂടെയാണ് ഡബിൾസ് കളിക്കാൻ പോകുന്നത്. ഇവൻ ഫസ്റ്റ് ഇയർ ആണ്, ബട്ട് വളരെ മോശം കളിയാണ്. എന്നിങ്ങനെ ടൈക്കിയെ പറ്റി കുറെ കുറ്റം പറയുന്നു. ഇത് കേട്ട് ടൈക്കി, എനിക്കൊന്നും പറയാൻ പറ്റില്ല, കാരണം ഇതൊക്കെ സത്യമാണ്. ഹാരി പറയുന്നു, അങ്ങനെയാണെങ്കിലും എനിക്ക് തോന്നുന്നു ടൈക്കി നല്ലൊരു പ്ലെയർ ആകുമെന്ന്. ഇത് കേട്ട് ടൈക്കി ഷോക്ക് ആവുന്നു. ഹാരി പറയുന്നുണ്ട്, ഞാൻ ഇവന് കുറെ ട്രെയിനിങ് കൊടുക്കാറുണ്ട്, അതൊക്കെ ഇവൻ കംപ്ലീറ്റ് ചെയ്യും. ചിലപ്പോ എനിക്ക് തന്നെ തോന്നും ഇത് കുറച്ച് കൂടുതലാണെന്ന്, ബട്ട് അതും അവൻ കംപ്ലീറ്റ് ചെയ്യും. ഇത് കേട്ട് അവന്റെ ക്ലാസ്സിലെ കുട്ടികൾ പറയുന്നു, നീ പണ്ടേ നിനക്ക് വിശ്വാസമുള്ള ആളുകളെ ഇങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക. ഹാരി തന്നിൽ പൊട്ടൻഷ്യൽ കണ്ടതിൽ ടൈക്കി ഒന്ന് ഹാപ്പി ആകുന്നുണ്ട്. അപ്പോൾ ഹാരിന് ഒരു മെസ്സേജ് വരുന്നു. അത് കണ്ട് ഹാരി എന്റെ ഗേൾഫ്രണ്ട് ആണെന്ന് പറയുന്നു. ഇത് കേട്ട് ടൈക്കി, എന്ത് ഗേൾഫ്രണ്ടോ? ഇത് കേട്ട് ഹാരി, എനിക്ക് അവളെ കുറെ നാളായി പരിചയമുണ്ട്, അവളിപ്പോ ഒരു ബിസിനസ് ചെയ്യുകയാണ്. ദെൻ ഹാരി ഷിനാറ്റ്സിനെ നോക്കി, ചീ, എന്റെ കൂടെ മേക്കപ്പ് വാങ്ങാൻ വന്നതിന് നന്ദി. ഇത്
പിന്നീട് ടൈക്കിക്ക് മനസ്സിലാക്കുന്നു ഹാരി അവനെ ജസ്റ്റ് റാഗ് ചെയ്തതാണെന്ന്. ദെൻ ഹാരി ടൈക്കിയെ നോക്കി എനിക്ക് തോന്നുന്നു നിനക്ക് ഗേൾഫ്രണ്ട് ഉണ്ടായിട്ട് കുറെ നാളായെന്ന്. ഇതൊരു ടൈക്കിക്ക് വല്ലാതെ ദേഷ്യം വരുന്നു. അങ്ങനെ ഈ സീനോട് കൂടി ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.